രാമേശ്വരം. ഇവിടെ സീറ്റ് ഉണ്ട്, പക്ഷെ അവര് ജന്മം ചെയ്ത സീറ്റ് തരത്തില്ല. ജനമേക കഷ്ടം. ഇവിടെ അടി നടക്കുന്നു. ഒരു വട്ടം മധുരയിൽ നിന്ന് മുടങ്ങിപ്പോയ യാത്ര നമ്മളിപ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നതാണ്. അതെ ഗൈസ്, നമ്മളിന്ന് ഡയറക്റ്റ് രാമേശ്വരത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് രാമേശ്വരം പോകാനായിട്ട് അമൃത എക്സ്പ്രസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമൃത എക്സ്പ്രസും പാലും കവർ ചെയ്യാനായിട്ടാണ് ഇന്ന് പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ എറണാകുളം ടൗൺ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ വന്നു, അതുകൊണ്ട് ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നില്ല. 12 മണിക്കാണ് ട്രെയിൻ. ഫ്ലൈറ്റ്ലി ഡിലേ ആണ്, എന്നാലും ഓടിയെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം 11 നമ്മൾ 11:15 ആയപ്പോഴത്തേക്ക് വന്നു. ഇപ്പോൾ 11:30 ആവുന്നു. അപ്പോൾ ഇനിയിപ്പം ട്രെയിൻ വരുന്നു, ട്രെയിനിൽ കയറുന്നു. ആക്ച്വലി RAC ആണ് നമുക്ക് കിട്ടിയത്. ട്രെയിനിന് ടിക്കറ്റ് ഇല്ല, ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റാണ്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഭാഗ്യത്തിന് RAC കിട്ടി. അപ്പോൾ ട്രെയിനിൽ കയറുക, കിടന്നുറങ്ങുക, എന്നിട്ട് നാളെ രാവിലെ മുതലായിരിക്കും നമ്മുടെ ട്രാവലിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ട് കാണാം. രാമേശ്വരത്ത് നിന്ന് ട്രിവാൻഡ്രം പോകുന്ന അമൃതയാണ് ദേ വരുന്നത്. ട്രെയിനിൽ കയറി ഇവരെല്ലാവരും നല്ല ഉറക്കമാണ്. കാരണം ഇപ്പോൾ 1 മണി ആവാറായി, ട്രെയിൻ ലേറ്റായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലത്തെ വിഷ്വൽസ് കാണാമേ. ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മുടെ അമൃത എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് എടുത്തേക്കാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഞാൻ ഉറങ്ങിപ്പോയത്. നമ്മൾ ദിണ്ടിക്കൽ ജംഗ്ഷനിലോട്ട് കയറുകയാണ്. ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിയ 4-4:30 ആയപ്പോഴാണ്. കാരണം ഇവിടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. എന്താണ്, പാലക്കാട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗേൾസ്. അവരൊരു തരത്തിൽ ഉറക്കിയിട്ടില്ല, ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. നേരത്തെ എണീക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്കും നല്ല കിടില മഴയൊക്കെ ആയിട്ട്, നല്ല തണുപ്പും നല്ല കിടില മഴയും. ആഹാ, അതെ, പുതപ്പൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ദിണ്ടിക്കൽ ജംഗ്ഷനിൽ ഈ ട്രെയിൻ എത്തേണ്ട സമയം 8:35, പക്ഷേ 8:08 ആയപ്പോഴത്തേക്കും ഈ ട്രെയിൻ ദിണ്ടിക്കൽ ജംഗ്ഷനിലെത്തി. അപ്പോൾ ഇനി അരമണിക്കൂർ നമുക്കിവിടെ കിടക്കാം. എന്തായാലും ഇവിടെ ഒരു അരമണിക്കൂർ സ്റ്റോപ്പ് ഉണ്ട്. അപ്പം ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയി വന്നാൽ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. 8:22 ഇപ്പോൾ സമയം. എന്തായാലും 8:35 കഴിയാതെ വണ്ടി വീട്ടിലില്ല. അത്രയും നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. ബ്രെഡ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ സ്പ്രെഡോ ജാമോ ഒന്നുമില്ല, വെറും ബ്രെഡ്. 8:46 ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി നമ്മുടെ ദിണ്ടിക്കൽ സ്റ്റേഷനിൽ നിന്ന് എടുത്തേക്കാണ്. ഓ, ഇതുണ്ടോ സ്റ്റേഷനിൽ? എല്ലാ സ്റ്റേഷനിലും ഇത് 10 മിനിറ്റ് അരമണിക്കൂർ ഏർലി ആയിട്ട് ചെല്ലുന്നുണ്ട്. ഡിലേ അല്ല, ഏർലി ആയിട്ട് ചെല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട് വെച്ച് ആണ് ഞാൻ, പാലക്കാട് കഴിഞ്ഞാണ് ഞാൻ ഉറങ്ങിയത്. പാലക്കാട് ഒരു 5 മിനിറ്റ് നേരത്തെ ആയിരുന്നു എത്തിയത്. ഐ വിഷ് കുറച്ച് മൈലുകളെ കാണാൻ പറ്റും. ഞാൻ നോക്കി വണ്ടികൾ നോക്കി. പിന്നെ നമ്മുടെ ഈ അമൃത എക്സ്പ്രസ് ഉണ്ടല്ലോ, ആദ്യം പാലക്കാട് വരെ ആയിരുന്നു ഇതിന്റെ റൂട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പൊള്ളാച്ചി വരയ്ക്കും. അതിനുശേഷം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മധുരയ്ക്കും. ഇപ്പം കറന്റ് ഒക്ടോബർ 2025 രാമേശ്വരത്തേക്കും ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഡയറക്റ്റ് രാമേശ്വരത്തേക്ക് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ട്രിപ്പ് ക്യാൻസൽ ആയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാനന്ന് മധുരയിൽ പോയപ്പോൾ അതൊരു സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. മധുരയിൽ നിന്ന് രാമേശ്വരം, രാമേശ്വരം ടു കന്യാകുമാരി, അങ്ങനെ. പക്ഷേ മധുരയിൽ നിന്നുള്ള ആ ഒരു പാസഞ്ചർ, മധുരയിൽ നിന്ന് അങ്ങോട്ട് പാസഞ്ചർ ഇങ്ങോട്ട് പാസഞ്ചർ ഉണ്ട്. ആ പാസഞ്ചർ ആക്ച്വലി ക്യാൻസൽ ആയി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ രാമേശ്വരം ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ആ ഒരു ട്രിപ്പാണ് ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം
ഏറ്റവും വലിയ ആക്സസ് ആണ് ഈ ഒരു ട്രെയിൻ. രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് പോകാനായിരുന്നു. നേരത്തെ ആയിരുന്നെങ്കിലും ഒന്നെങ്കിൽ മധുരയിലോ അല്ലെങ്കിൽ കന്യാകുമാരിക്കോ ഒക്കെ പോയിട്ട് വേണമായിരുന്നു നമുക്കൊക്കെ കേരളത്തിൽ നിന്ന് രാമേശ്വരം പോകാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് രാമേശ്വരം പോകാൻ പറ്റും. പക്ഷെ സീറ്റ്സ് ലിമിറ്റഡ് ആണ്. കാരണം സീറ്റ്സ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ RAC ഒക്കെയാണ് കിട്ടുന്നത്. നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കിയാലും എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. അപ്പം നോക്കിയിട്ട് പോകാൻ ആഗ്രഹമുള്ളവർ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് കൊടൈക്കനാൽ റോഡിൽ ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടായിരിക്കണമല്ല. ഡിണ്ടിക്കൽ കഴിഞ്ഞാൽ ഡയറക്റ്റ് മധുരയിലാണ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ നമ്മളിത് മധുര എത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മധുരൈ ജംഗ്ഷൻ. നമ്മൾ മധുരയ്ക്ക് വന്നത് ചെങ്കോട്ട വഴിയായിരുന്നു. നമ്മളിപ്പോൾ ദിണ്ടിഗൽ വഴിയാണ് ഇപ്പം മധുരയ്ക്ക് വന്നത്. ഇനിയിപ്പം ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുക. അപ്പം ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു. കാരണം നൈറ്റ് ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണടയുന്നു. അപ്പോൾ പാമ്പൻ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കുറച്ചേക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിയ നല്ലത്. ഇന്നലെ നൈറ്റ് തുടങ്ങിയ മഴയാണ്. ഇതുവരെ തോന്നില്ല. ഇപ്പോൾ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റി, നമ്മുടെ ഈ ട്രെയിനിന്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് എറണാകുളം ടു രാമേശ്വരം 330 രൂപ. അത് സ്ലീപ്പറിനായിരുന്നു. നമ്മൾ ഇങ്ങോട്ടുള്ള ട്രെയിൻ ട്രാവൽ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ജനറലും ട്രാവൽ ചെയ്യുന്നുണ്ട്, തേർഡ് AC ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്ലോഗ് ചെയ്യുന്നുണ്ടായിരിക്കും. ആക്ച്വലി മഴ ഉണ്ടല്ലോ, ഇതിന്റെ ബ്യൂട്ടി ഒന്നുകൂടെ കൂട്ടി തോന്നുന്നു. കാരണം വെള്ളം നമ്മള് പാമ്പൻപാലം അടുക്കാറായി. എന്താ പറയാ, ഇപ്പോ രാമനാഥപുരം എന്ന് പറയുന്ന സ്റ്റേഷൻ കഴിഞ്ഞു. അതിനുശേഷം അടുത്ത സ്റ്റേഷൻ രാമേശ്വരമാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ നോക്കിട്ട് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൊച്ചിൻകുള്ളി എന്ന് പറയുന്ന സ്റ്റേഷൻ എടുക്കാറായി. ഈ പാമ്പനിലേക്ക് 3 സ്റ്റേഷനാണ്. ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ഇല്ല. നല്ല സ്പീഡിലാണ് സ്പീഡിലാണ് തൊക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാമ്പൻപാലം 1914 ആദ്യം ഓപ്പൺ ചെയ്തത്. ഇപ്പൊ പുതിയ പാലം ഓപ്പൺ ചെയ്തത് 2025 നമ്മുടെ പഴയ പാലത്തിന്റെ സൈക്ലോണൊക്കെ വന്ന് പിന്നെ തുരുമ്പൊക്കെ പിടിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് പുതിയ പാലം, പിന്നെ കുറച്ച് താങ്ങും കൂടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് പുതിയ പാലം പണിഞ്ഞത്. പക്ഷെ പുതിയ പാലം നിർമ്മിച്ചേക്കുന്നത് തുരുമ്പൊന്നും എടുക്കാത്ത രീതിയിൽ നല്ല രീതിയിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഹൈറ്റിലാണ് നിർമ്മിച്ചേക്കുന്നത്. പഴയ പാലത്തിൽ പതുക്കെ പോകാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ പുതിയ പാലത്തിൽ 80 കിലോമീറ്റേഴ്സ് വരെ സ്പീഡിൽ പോകാൻ പറ്റുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ പഴയ പാലത്തെ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നത്. പക്ഷെ പുതിയ പാലത്തെ ഇങ്ങനെയാണ് ഇങ്ങനെ തുറന്ന് അടിയിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പാലം ഇങ്ങനെ ആണ് പോകുന്നത്. ഇങ്ങനെയാണ് തുറക്കുന്നത്. അപ്പൊ അടിഭാഷിക്കാൻ ഒത്തിരി എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാല് നേരത്തെ പാലം ഇങ്ങനെ തുറന്നു വരാനായിട്ട് 30 മിനിറ്റ് 40 മിനിറ്റ് എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ 5.5 മിനിറ്റ് എടുക്കുള്ളൂ ഈ ഒരു പാലം ഇങ്ങനെ ഓപ്പൺ ആയി വരാനായിട്ട്. നമുക്ക് പാമ്പൻപാലം അടുത്തുള്ളവരുടെ അപ്പം നല്ല വൃത്തിക്ക് കടൽ കാണാൻ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. പാമ്പന് മുമ്പുള്ള മണ്ഡപം എന്ന് പറയുന്ന സ്റ്റേഷനായി. അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്. അത് ഏതാ, മധുരൈ രാമേശ്വരം പാസഞ്ചറാണേ. ശരി, ഞങ്ങൾ പോയപ്പോൾ ഇത് ക്യാൻസലായിരുന്നു. എന്തൊക്കെ പറയാനാണെന്ന് നോക്കി. അങ്ങനെ മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തേക്കാണ്. പാസഞ്ചർ പോകാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ വണ്ടി ഇവിടെ പിടിച്ചിട്ടത്. പക്ഷെ പാസഞ്ചർ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ മണ്ഡപം സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പാമ്പൻ പാലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കടലിൻ്റെ നടുക്കൂടെ ഒരു പാലത്തിൽ കൂടെ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിൻ്റെ നടുക്കൂടെ പോകുന്ന റെയിൽവേ പാലമാണല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും പോകുന്നത്. കുറേ നാളെ ആഗ്രഹം വഴി പോകണം എന്നുള്ളത്. കടലിൻ്റെ നടുക്കൂടെ മല കാട് എല്ലാം നമ്മൾ കയറിയിട്ട് ഇനി കടലിൻ്റെ നടുക്കൂടെ കടലിൻ്റെ നടുക്കൂടെ കൂടെ പോകാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒക്കെ മയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാ ഈ
ഈ മയിലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് മയിൽ. എപ്പോൾ കണ്ടാലും ട്രെയിനിൽ കൂടെ പോയാൽ എനിക്ക് മയിലിങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഷോർണൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ഇങ്ങനെ മയിലിനെ കാണാറുണ്ട്. മഴ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഭാഗ്യമാണോ അല്ലയോ അറിയില്ല, എന്തായാലും മഴ നിന്നിട്ടുണ്ട്. നമ്മുടെ പാമ്പൻ പാലം കേറുന്നു ഗൈസ്. നമ്മുടെ പാമ്പൻ പാലം കേറുന്നു ഗൈസ്. പാലം പഴയ പാലം. നടുക്കൂടാണ് ഗൈസ് ലിറ്ററലി നമ്മുടെ മുഖം പോണ്ടിരിക്കുന്നത്. അതായിരുന്നു പഴയ പാലം. ഇത്രയും സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇത് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രെയിനിന്റെ സ്പീഡിലാണ് ഇപ്പൊ പോകുന്ന സ്പീഡിലാണ് അപ്പുറത്തെ പാലത്തിൽ കൂടെ പോകാൻ പറ്റില്ല. ആ പാലത്തിൽ കൂടെ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ആ പാലായിരുന്നു പൊങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ നടുവശത്തോടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് മേലോട്ടാണ് പൊങ്ങിക്കൊണ്ടിരുന്നത്. അത് ആ നടുക്കൂടായിരുന്നു പൊങ്ങിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഇരിക്കാൻ വയ്യ. അപ്പുറത്തെ സൈഡ് കൂടെ എടുക്കണമെന്നുണ്ട്. പാമ്പൻ പാലം, പാമ്പൻ ബ്രിഡ്ജ്. വീടുണ്ടല്ലേ, വീട് നല്ല രസമാണ്. പിന്നീട് നമ്മൾ പാമ്പൻ പാലം കണ്ടു. പാമ്പൻ പാലത്തിൽ കൂടെ നേരിട്ട് ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്ത. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ രാമേശ്വരം എത്തുന്നതായിരിക്കും. എത്തിക്കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി തിരിച്ചിടും. ആ വണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റും അതിനുശേഷം അതിന്റെ AC കമ്പാർട്ട്മെന്റുമാണ് വീണ്ടും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ട്രെയിനിന്റെ ബാത്റൂം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കുഴപ്പമില്ല. സ്മെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ സ്മെല്ലുണ്ട്. നമുക്ക് ക്ലീൻ ആക്കിയിട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര സ്മെല്ലിയോ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നത്. എന്റെ കമ്പാർട്ട്മെന്റിൽ അങ്ങനെയാണ്. ഞാനിപ്പോൾ 2-3 വട്ടം പോയി. ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കപ്പും ഒരു ഡെറ്റോളും എൻ്റെ കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ അതിൽ ഒരു കപ്പ് ഡെറ്റോൾ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാൻ പോവാറ്. നീറ്റാണ്, ആക്ച്വലി നീറ്റാണ്. നമ്മൾ പാമ്പൻ പാലം കയറാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നു മഴ നമ്മളെ കനിഞ്ഞ്. അത്രയും നേരം മഴ പെയ്തില്ല കഴിച്ച്. ഇവിടെ നമ്മളൊരു ഭാവം നോക്കിക്കൊണ്ടിരുന്നു. കുറേ നേരമായിട്ട് കുട്ടി എന്നെ നോക്കി വയ്ക്കുന്നു. ഞാൻ എന്താ പറയുന്നത്, എന്താ കാണിക്കുന്നത്, ഈ കൊച്ചെന്ത് ഭ്രാന്താ കാണിക്കുന്നത്, ഈ ചേച്ചി എന്ത് ഭ്രാന്താ കാണിക്കുന്നുള്ള രീതിയിൽ മഴ വീണ്ടും പെയ്തു. ആ ഒരു പാലം കയറുന്നതിന് മുമ്പ് വരെ ഭയങ്കര മഴയായിരുന്നു. പാലം കയറാനായപ്പോഴത്തേക്കും മഴ നിന്നിട്ട് ഇപ്പൊ
ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യുന്നു. അങ്ങനെ നമ്മൾ രാമേശ്വരം എത്തിയേക്കാണ്. ഞാൻ ബോർഡ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നോക്കി. ഇവിടെ അതെ ബോർഡ് രാമേശ്വരം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഇതിനകത്ത് ബാത്റൂം അത്യാവശ്യം നല്ലതാ, വൃത്തിയാണെന്ന്. ആരോ ഇപ്പൊ പോയി നശിപ്പിച്ചു. എന്താ അല്ലേ മനുഷ്യന്മാര് ഇങ്ങനെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അതിൽ നന്നായിട്ട് ഫ്ലഷ് വർക്ക് ചെയ്യും. ഫ്ലഷിൽ ഒന്ന് അമുക്കി കഴിഞ്ഞാൽ ആ അഴുക്കെല്ലാം പോകുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യുന്നവർ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ രാമേശ്വരം എത്തി. നമ്മൾ ഇനി ഇപ്പോൾ ഈ സെയിം വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടാണ് പ്ലാൻ. ആക്ച്വലി നമുക്ക് രാമേശ്വരത്ത് നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്ലീപ്പർ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് 100 സംതിങ്ങാണ് കാണിച്ചത്. സോ നമ്മൾ മധുരയിൽ നിന്ന് നമുക്ക് 3rd AC-ക്കാണ്, അതും 6 AC ആണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പം പോയി ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പം അനൗൺസ് ചെയ്തായിരുന്നു. നമ്മുടെ വണ്ടി വന്നപ്പോൾ തന്നെ അനൗൺസ് ചെയ്തു പ്ലാറ്റ്ഫോം നമ്പർ 3 എന്നാണ് പോകുന്നതെന്ന്. ഇനിയിപ്പം നമുക്ക് നോക്കാം വല്ല ഫുഡ് വല്ലതും കിട്ടുമോന്ന് ആദ്യം നോക്കണം. ഞം ഒന്നും കിട്ടണില്ല ഗൈസ് ഈ റൂട്ടിൽ. ഓക്കെ, അരക്കോണം WDP 4227994 അരക്കോണം ലോക്കാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. നമ്മൾ മുംബൈയിൽ പോയപ്പോൾ നമ്മളിങ്ങനെ കറങ്ങിപ്പോയില്ലേ, ആ രീതിയിൽ നമുക്ക് ട്രാക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ നമുക്ക് ഇതുവരെ കറങ്ങി അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇതാണ് ടിക്കറ്റ് ഓഫീസ് രാമേശ്വരം. ഗൈസ് നമ്മൾ വന്ന വണ്ടിയിലല്ല തിരിച്ചു പോകുന്നത്. നമ്മുടെ വണ്ടി ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്, നമ്പർ 3 നിറച്ച ആളായി കാണും. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താ സിറ്റുവേഷൻ, എന്താ അവസ്ഥ എന്ന് നോക്കാം. ഇത് താമ്പരത്തു നിന്ന് രാമേശ്വരം വന്നിട്ട് രാമേശ്വരത്തു നിന്ന് തിരുവനന്തപുരത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് AC കമ്പാർട്ട്മെൻ്റ് അടുത്തായിട്ടാണ്, കാരണം ജനറൽ കയറാൻ. B3 ആണ് നമുക്ക് മധുരയിൽ നിന്നുള്ളത്. അപ്പം AC എവിടെയാണെന്ന് നോക്കാം. ഫ്രണ്ടിലാണ്, ഫ്രണ്ടിൽ പോകാം. ഫ്രണ്ടിൽ പോകണം നമുക്ക്. അപ്പുറത്തൊരു രാമേശ്വരം താമ്പരം കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ ആള് ഫുള്ളായി, കണ്ടോ, നിറച്ച ആളായി. ഇരിക്കാനും നിൽക്കാനും സീറ്റില്ല ഗൈസ്. നമുക്ക് സീറ്റ് കിട്ടാൻ തീരെ ചാൻസ് ഇല്ല ഗൈസ്. എന്നാലും നമ്മൾ ഇതേ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മള് രാമേശ്വരം എത്തിയിട്ട് മധുര എത്തിയിട്ട് എങ്ങനെ നമ്മൾ പോവും എന്നാണ് ആലോചിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ എവിടെയെങ്കിലും കയറിയാലേ ശരിയാവുള്ളൂ, അല്ലെ ഓട്ടമായിരിക്കും. ഇവിടെ സീറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല. എല്ലാവരും ഇപ്പോഴേ വന്ന് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. അവരുടെ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ താഴെ കണ്ടോ വെള്ളം കണ്ട. നമ്മുടെ ജനറലിലെ ദുരിതയാത്ര തുടങ്ങിയാണ്. നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ഇവിടെ ഭയങ്കര കഴുകായിട്ടിരിക്കുകയാണ്. പിന്നെന്താ, എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ. നമ്മുടെ വണ്ടി എടുത്തു. മധുര വരെ ജനറൽ, അപ്പുറം AC. പിന്നെ ഓരോ കാര്യങ്ങളാണ് അവിടെ ഇവിടെ സീറ്റ്. പക്ഷെ അവർ ജന്മം ചെയ്ത സീറ്റ് തരത്തില്ല. ആൾക്കാർ വേറെ വന്നിരിക്കാനുണ്ടെന്നാണ് പറയുന്നത്. വണ്ടി എടുത്തു, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷനിലായിരിക്കും ഇരിക്കാനുള്ളത്. എന്തായാലും അവരിരിക്കാൻ സീറ്റ് തരുന്നില്ല. രാമേശ്വരം ടു മധുരൈ ജനറലിന് ഒരാൾക്ക് 70 രൂപയാണ് ആയത്. മധുരൈ ടു എറണാകുളം 3rd AC-ക്ക് ഒരാൾക്ക് 680 രൂപയാണ് കേട്ടോ ആയത്. അങ്ങനെ നമ്മൾ പാമ്പൻ സ്റ്റേഷനിലെത്തിയേക്കാണ്. ഇനി അടുത്തത് പാമ്പൻ പാലമാണ്. ഞാൻ ഈ വീഡിയോയിൽ പാമ്പൻ പാലം ഇട്ട് ചാവും. കടല് കണ്ടോ ഗൈസ്, കടല് കണ്ടോ.
അങ്ങനെ ഞങ്ങൾ ജനറലിൽ നിന്ന് ഓടിക്കേറി E3 AC തേർഡ് AC ടയറിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ജനറലിനൊക്കെ കഷ്ടം ഇമ്മാതിരി അലപ്പ്. എന്റെ ദൈവമേ, എന്തുവാ ഇത് കേൾക്കുന്നുണ്ടോ? ഇവിടെ അലപ്പ് മാത്രമല്ല, ഇവിടെ സ്ലീപ്പർ അല്ല, ജനറലിനൊക്കെ കഷ്ടമാക്കി വെച്ചേക്ക ആൾക്കാർ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സ്ലീപ്പറിൽ പോയി, ജനറലിൽ പോയി, തേർഡ് AC എന്ന് പറയുന്ന ജനറലിൽ കയറിയിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ജനലൊക്കെ കണ്ടു, എനിക്ക് മനസ്സിലാവില്ല. ഭയങ്കര മോശമായ തേർഡ് AC. ആൾക്കാരും എല്ലാം ഇതുവരെ ഇവരിരുന്ന് കഴിഞ്ഞില്ല. വണ്ടി എടുത്തിട്ട് 1 മണിക്കൂറായി ഗൈസ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് രാമേശ്വരം വരാൻ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. എല്ലാവർക്കും നല്ല കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ട്രാവൽ ഇഷ്ടപ്പെടുന്നവർ രാമേശ്വരം പോകാൻ, പമ്പം പാലം കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത ഇവിടെ അടി നടക്കുന്നു, ഇവിടെ അടി നടക്കുന്നു. ഓക്കെ ബൈ ഗൈസ്, ഞാനെന്റെ വീഡിയോ എൻഡ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.